ട്രെയിനിലെ ഇരയായ പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. സുരേഷ് കുമാറിനെ ഇന്നലെ രാത്രി വൈകി വഞ്ചിയൂർ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. പ്രതിയെ ഈ മാസം 17 വരെ റിമാൻഡ് ചെയ്യും. ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. വിവരങ്ങൾ MS വീണയാണ് തിരുവനന്തപുരത്ത് നിന്ന് നൽകുന്നത്. വീണ, ഈ പെൺകുഞ്ഞിൻ്റെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയാണ്? നേരത്തെ വെന്റിലേറ്ററിലായിരുന്നു, അതിന് പുറത്തേക്ക് കൊണ്ടുവന്നുവെന്ന് പറഞ്ഞപ്പോൾ ഒരു ആശ്വാസം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുണ്ടായതാണ്. ഇപ്പോഴേ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഒപ്പം ഈ പ്രതിയെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയല്ലോ, തുടർ നടപടികൾ എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിൻ്റെ? പറയൂ വീണ. ഗൗതം, ഏറെ ഞെട്ടലോട് കൂടിയാണ് വർക്കലയിലെ ഈ പെൺകുട്ടിയുടെ അതിക്രമത്തെ കേരളം കേട്ടത്. സ്ത്രീ സുരക്ഷയടക്കം പറയുന്നു പോലും കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വനിതാ കമ്പാർട്ട്മെന്റിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത്. എന്നാൽ പെൺകുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഏറെ ആശങ്കയോടുകൂടിയാണ് പെൺകുട്ടി ഇപ്പോഴും ആരോഗ്യനില മോശമായി തുടരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. മരുന്നുകളോടൊക്കെ പ്രതികരിക്കുന്നുണ്ടോ എന്നുള്ളത് ആരോഗ്യ സംഘം, വിദഗ്ധരുടെ ഡോക്ടർ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ ബോർഡും ഇന്നലെ മെഡിക്കൽ ബോർഡ് യോഗവും ചേർന്നിട്ട് അതിനുശേഷം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. വിദഗ്ധമായിട്ടുള്ള ചികിത്സ പെൺകുട്ടിക്ക് നൽകുമെന്നാണ് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് അടക്കം വ്യക്തമാക്കിയത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാത്രി വൈദ്യപരിശോധനയ്ക്ക് ഈ പ്രതിയെ വിധേയനാക്കിയിരുന്നു. 48-കാരനാണ്. ഒപ്പം തന്നെ ഇയാൾ പനച്ചിമൂട് സ്വദേശിയാണ്. സുരേഷ് കുമാറാണ് ഇത്തരത്തിൽ പെൺകുട്ടിയോട് അതിക്രമം കാട്ടിയത്. ഇയാളെ ഇന്നലെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുകയും രാത്രി വൈകിയതിനു ശേഷം മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണ് ഹാജരാക്കിയത്. പ്രതിയെ ഈ മാസം 17 വരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഈ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. എത്തരത്തിലാണ് ഒരു ആക്രമണം ഉണ്ടായത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. വാക്കേറ്റം നടന്നു, അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടെന്നുള്ള വിവരങ്ങളാണ് കുട്ടിയുടെ സുഹൃത്തായ അർച്ചന അടക്കം പറഞ്ഞത്. അർച്ചനയ്ക്കും ഇത്തരത്തിൽ ഒരു ആക്രമണം നേരിടേണ്ടി വന്നു. അതിന്റെ മാനസിക ആഘാതത്തിലാണ് അർച്ചനയടക്കം കടന്നു പോകുന്നത്. കുടുംബമടക്കം ചികിത്സയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സ വേണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഇന്നലെ രംഗത്തെത്തിയിരുന്നു. അത്തരത്തിൽ വിദഗ്ധ ചികിത്സ നൽകുമെന്ന ഉറപ്പ് തന്നെയാണ് മെഡിക്കൽ സംഘവും നൽകിയിരിക്കുന്നത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർ നടപടികളിലേക്ക് 17 ശേഷം തുടർ നടപടികളിലേക്കൊക്കെ ഇതിനിടെ 17 വരെയാണ് ഈ കസ്റ്റഡി റിമാൻഡ് കാലാവധി ഉള്ളത്. ആ സമയം വരെ മറ്റ് അന്വേഷണങ്ങൾ നടക്കും. ഒപ്പം തന്നെ പെൺകുട്ടി പ്രതിയെ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അർച്ചനയടക്കം ആക്രമണത്തിനിരയായി രക്ഷപ്പെട്ട കുട്ടിയാണ്. ഈ ശ്രീകുട്ടിയുടെ സുഹൃത്താണ്. ശ്രീകുട്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിനിരയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ശ്രീകുട്ടിയോടൊപ്പം സഞ്ചരിച്ച സുഹൃത്തായിരുന്നു അർച്ചന. അർച്ചനയ്ക്ക് നേരെയും ഈ പ്രതി ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടത്തിയിരുന്നു. ഇനി നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി പ്രതിയെ തിരിച്ചറിയൽ പരേഡടക്കം നടത്തും. അന്വേഷണം വേഗത്തിലാക്കി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ് ഇപ്പോൾ പോലീസ് സംഘം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ആരോഗ്യസ്ഥിതി അടിയന്തര ശസ്ത്രക്രിയ വേണമെന്നുള്ള ശസ്ത്രക്രിയയിലടക്കം കടക്കുമെന്നുള്ള വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നുവെങ്കിൽ പോലും അതിലേക്ക് കടക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ആരോഗ്യവകുപ്പ്. പെൺകുട്ടിയുടെ തലയ്ക്കാണ് ഗുരുതരമായ പരിക്കേറ്റിട്ടുള്ളത്. ഒപ്പം തന്നെ തലച്ചോറിന് ക്ഷതവും ഏറ്റിട്ടുണ്ട്. ശരീരത്തും അതുപോലെ പരിക്കുകളുണ്ട്. വെന്റിലേറ്ററിലാണ് പെൺകുട്ടി ഇപ്പോഴും തുടരുന്നത്. പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതിയാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഗൗതം.